നമസ്കാരം. അപ്പോൾ ഇന്ന് പറയാനുള്ളത് ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യമാണ്, ഒരു സ്പോർട്സ് കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ ഫേസ്ബുക്കിലൊക്കെ ചില പേജുകളിൽ അംഗമാണ്, ചില സ്പോർട്സ് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നത്. അപ്പോൾ അതിനകത്ത് പല പോസ്റ്റുകളും വരാറുണ്ട്, പലരും പല അഭിപ്രായങ്ങൾ പറയാറുണ്ട്, ഞാൻ എൻ്റെ അഭിപ്രായങ്ങളും പറയാറുണ്ട്, കമൻറ്റിലൊക്കെ എഴുതാറുണ്ട്. അപ്പോൾ ഇന്നൊരു പോസ്റ്റ് വന്നിരിക്കുകയാണ്, അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിന് ഞാനൊരു കമൻറ്റ് ഇട്ടു. അപ്പോൾ അതിന് അനുകൂലിച്ചുകൊണ്ട് പലരും അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു, വസ്തുനിഷ്ഠമായിട്ടുള്ള ഫാക്ട്സുകളൊക്കെ പറഞ്ഞു. അപ്പോൾ ചില അഭിപ്രായങ്ങൾ ഞാൻ എഴുതി. അപ്പോൾ അത് പലർക്കും അത് മനസ്സിലായി, പക്ഷേ അത് കുറച്ച് വ്യക്തമായിട്ട് ആൾക്കാർക്ക് മനസ്സിലായില്ല, ചിലവർക്ക് മനസ്സിലായില്ല. അപ്പോൾ അവിടെ ഒന്ന് വ്യക്തമാക്കാമോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യാം, ലിങ്ക് ഇടാം, അതാകുമ്പോൾ എഴുതി ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. പോരാത്തതിന് എൻ്റെ ഫോണിൽ മലയാളം ടൈപ്പ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇതെല്ലാം മലയാളത്തിലൊക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലുമൊക്കെ വരും, ചിലപ്പോൾ വല്ല തെറിയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പണിയാണ്, അത് ഒന്നുകൂടി മനസ്സിലാവില്ല. അപ്പോൾ അതിനെക്കുറിച്ച് വായിക്കാം. ഇന്നലെ ഇട്ട പോസ്റ്റിന് കേരളത്തിൽ ക്രിക്കറ്റിൻ്റെ പോപ്പുലാരിറ്റി ഫുട്ബോളിൻ്റെ 10-1 പോലും വരില്ല എന്നാണ് ചിലർ പറഞ്ഞത്. നിലവിലുള്ള ടൂളുകളിൽ ഏറ്റവും നന്നായി ഒരു സ്പോർട്സിൻ്റെ പോപ്പുലാരിറ്റി മനസ്സിലാക്കാൻ പറ്റുന്നത് ഗൂഗിൾ ട്രെൻഡ്സിലൂടെയാണ്. അതിൽ ക്രിക്കറ്റ് വേഴ്സസ് ഫുട്ബോൾ സെർച്ച് ടേം കമ്പാരിസൺ നടത്തിയാൽ മിസോറാം, മണിപ്പൂർ എന്നിവിടങ്ങളിൽ മാത്രമാണ് ക്രിക്കറ്റിന് മേൽ ഫുട്ബോൾ മുന്നിട്ട് നിൽക്കുന്നത്. കേരളത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ അവസാന 12 മാസത്തിൽ ക്രിക്കറ്റ് 70%, ഫുട്ബോൾ 30% എന്നാണ്. ഇനി IPL വേഴ്സസ് ISL വന്നാലും ഇത് തന്നെയാണ് അവസ്ഥ. അതും ISL സ്വന്തമായി ടീമും ലോങ് സീസൺ ഉണ്ടായിട്ടും. ഇനി പാർട്ടിസിപ്പേഷൻ്റെ കാര്യത്തിൽ വന്നാലും ക്രിക്കറ്റ് സ്ട്രോങ് ആയി തന്നെയാണ് പോകുന്നത്. കേരള ക്രിക്കറ്റ് ടീം മുൻപുള്ളതിനേക്കാൾ മികച്ചതാണ്, നല്ല ടാലൻറ്റുകൾ വരുന്നു. അതാണ് പോസ്റ്റ്. അപ്പോൾ അതിന് ഞാൻ കമൻ്റ് ഇട്ടു ഞാനൊന്ന് വായിക്കാം. അത് ആൾക്കാർ പറഞ്ഞ കേരളത്തിൽ ഫുട്ബോളിന് ഭയങ്കര പോപ്പുലാരിറ്റി ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ്. അപ്പോൾ ഞാനിട്ട് മലപ്പുറത്ത് ക്രിക്കറ്റ് അറിയാത്ത കുറച്ച് പിള്ളേർ ഫുട്ബോൾ കളിക്കുന്നുണ്ട്, അതിനാണ് എന്ന് പറഞ്ഞാണിട്ടു. അപ്പോൾ അതിന് കുറേ പേര് മറ്റേ ലാഫിങ് മീമിയൊക്കെ ഇമോജിയൊക്കെ ഇട്ടു. അപ്പോൾ അവരവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഒരു വ്യക്തി പറയിക്കണം, മലപ്പുറത്തെ ചില പ്രത്യേക വ്യക്തികൾ, ചില പ്രത്യേക ഇതികൾ അവർ കിടന്ന് കളിക്കുന്നുണ്ട്. മലപ്പുറത്തെ ചില പ്രത്യേക വ്യക്തികൾക്ക് കളിക്കാൻ പറ്റിയ കളിയും അല്ല ക്രിക്കറ്റ്. പഠിക്കണമെങ്കിൽ ക്ഷമ വേണം, പക്വത വേണം, അത്യാവശ്യ ബുദ്ധിയും വേണം. ഫുട്ബോൾ എന്ന കളി ഏത് പൊട്ടന്മാർക്കും പഠിക്കാം, തൊട്ടിപ്പണിക്കാരനും പഠിക്കാം, തെരുവിൽ കിടക്കുന്ന പിച്ചക്കാരന് പഠിക്കാം. പക്ഷെ ക്രിക്കറ്റ് അങ്ങനെയല്ല എന്നാണ് പുള്ളി എഴുതിയിരിക്കുന്നത്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്, ഒരു ഫാക്റ്റാണ്. അപ്പോൾ അതിന് പുള്ളിയുടെ അഭിപ്രായങ്ങളും പുള്ളി പറയുന്നുണ്ട്, ഫുട്ബോളിൻ്റെ പോപ്പുലാരിറ്റിക്ക് കാരണം എന്താണെന്ന്. അപ്പോൾ പുള്ളി അതിന് പറയുന്നുണ്ട്, എന്താ പറയുക, കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. കാര്യം എന്താ പറയുക, ചെറിയ ഗ്രൗണ്ട് മതി, ചെറിയൊരു സ്പേസ് മതി ഫുട്ബോൾ കളിക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ പോപ്പുലാരിറ്റി കൊണ്ടിട്ടാണ് അത് എവിടെയാണെങ്കിലും നമുക്ക് കളിക്കാം. ക്രിക്കറ്റ് അങ്ങനെയല്ല, ക്രിക്കറ്റിന് ഒരു വലിയ സ്പേസ് വേണം, എന്നാലേ കളിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഫുട്ബോളിൻ്റെ പോപ്പുലാരിറ്റിക്ക് വേറെയും കുറച്ച് ഡാർക്ക് സീക്രറ്റ്സ് ഉണ്ട്. കാര്യം അത് ഞാൻ എഴുതി, അത് പുള്ളിക്ക് വ്യക്തമായിട്ട് മനസ്സിലായില്ല. കാര്യം അത്രയും പുള്ളി ഒരു പക്ഷേ കണ്ടു കാണില്ല, അതുകൊണ്ടായിരിക്കും. വേറെ ഒന്നുമല്ല, ഈ ഫുട്ബോൾ പോപ്പുലാരിറ്റിയിലുള്ള പല രാജ്യങ്ങളും നിങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം, തിരുമണ്ടന്മാരാണ്. അവിടെ ഉള്ളവരെല്ലാം തിരുമണ്ടന്മാർ. ഈ ഫുട്ബോൾ ആരാധകരെന്ന് പറയുന്നവരും മണ്ടന്മാരാണ്. ഇത് പറഞ്ഞ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. കാര്യം ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ടുള്ള ഗെയിം ആയതുകൊണ്ട്, മണി റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഗെയിം ആയതുകൊണ്ടിട്ടും ആൾക്കാർക്ക് അത് പറഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടും. ഞങ്ങൾ ഫുട്ബോൾ പറഞ്ഞുകൊണ്ട് കിടക്കും. ഈ കേരളത്തിൽ പറഞ്ഞുകൊണ്ട് കിടക്കണവന്മാർക്ക് ഫുട്ബോൾ കളിക്കാൻ പോലും അറിയാൻ പോലെ സത്യം പറഞ്ഞാൽ. മലപ്പുറത്തുള്ള കുറച്ച് പിള്ളേർ കിടന്ന് കളിക്കുന്നുണ്ട്. ഇനി അവന്മാരെ കൊണ്ടുപോയി ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ മൂഞ്ചിപ്പ് വരും. അത്രയൊന്നും ഇല്ല, വാർത്തകൾ മാത്രമേ ഉള്ളൂ. അതിന് ഫുട്ബോളിന് വേണ്ട ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഈ കാലിൻ്റെ ഫോക്കസ്. അതാണ് സംഭവം. ആ ഒരു ഫോക്കസ് മാത്രമേ ഉള്ളൂ. ആ ഒരു ലീനിയർ സംഭവമാണ്. ക്രിക്കറ്റ് അങ്ങനെയല്ല. ക്രിക്കറ്റ് പല കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ ഇദ്ദേഹം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന മാതിരി ക്രിക്കറ്റിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫുട്ബോൾ നമുക്കൊരു 4-5 വർഷം കളിക്കാതിരുന്നാലും പിന്നെ നമുക്ക് പിന്നെ പാസ് ചെയ്യാനും ഒക്കെ ട്രിബിൾ ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ ക്രിക്കറ്റ് അങ്ങനെയല്ല. ഒരു 4-5 ദിവസം കളിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെട്ടെന്ന് ഔട്ടാവും. പിന്നെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അടിക്കാനൊന്നും പറ്റില്ല, ബോൾ ചെയ്യാൻ പറ്റില്ല. ബോളിങ്ങും ഭയങ്കര ടഫായിരിക്കും, ബാറ്റിങ്ങും ഭയങ്കര ടഫായിരിക്കും. അതിനൊരു കോൺസ്റ്റന്റ് പ്രാക്ടീസും കോൺസ്റ്റന്റ് മൈൻഡ് വർക്കും ഒക്കെ വേണം സംഭവം. അത് കളിക്കാത്തവന്മാർക്ക് അറിയാൻ പാടില്ല, കളിക്കാരല്ലാത്തവർക്ക് അറിയാൻ പാടില്ല. അവന്മാർ കിടന്ന് ബഹളം ഉണ്ടാക്കും. ഈ ഫുട്ബോൾ പോപ്പുലർ ആയിട്ടുള്ള പല രാജ്യങ്ങളും നിങ്ങൾ എടുത്ത് നോക്കിയാൽ കുറേ ആഫ്രിക്കൻ കൺട്രീസൊക്കെ ഇതിന് വലിയ പോപ്പുലറാണ്. തിരുമണ്ടന്മാരാണ് നീഗ്രോകൾ, അറിയാമല്ലോ. അതുകൊണ്ടാണ് അവന്മാർ കിടന്ന് മൂഞ്ചുന്നത്. വെറുതെ വെകളിയും ബഹളം ഉണ്ടെന്നുള്ളൂ, ഇങ്ങനെ കിടന്ന് ഓടി കിടക്കാന്നുള്ളൂ. അതുകൊണ്ട് ഫുട്ബോളിന് ഒരു എന്താ പറയുക, ഇങ്ങനെ കളിയെന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. കാര്യം ഫുട്ബോൾ ആരാധകനാണെങ്കിൽ, നിങ്ങളൊരു ഫുട്ബോൾ ആരാധകനാണെങ്കിൽ നിങ്ങൾക്കൊരു മൾട്ടി ടാസ്ക് എബിലിറ്റി ഇല്ലാണ്ടാവും. നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ക്രിക്കറ്റ് അങ്ങനെ അല്ല. ക്രിക്കറ്റിൽ പല കാര്യങ്ങളും നിങ്ങൾ നോക്കണം. ബോളേഴ്സിൻ്റെ സംഭവം നോക്കണം, പിച്ച് കണ്ടീഷൻസ്, പല കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ബാറ്റിംഗ് സ്റ്റൈല് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട സംഭവമുണ്ട്. ടൈമിങ്, സ്പ്ലിറ്റ് സെക്കൻഡിൽ നിങ്ങൾ ചെയ്യേണ്ട ടൈമിങ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്.
ഫുട്ബോളിന് അങ്ങനെ ഒരു ഗ്രേറ്റ്നെസ് ഇല്ല. ഒരു പന്തിൻ്റെ പുറകെ 22 പേട്ടുപോത്തുകൾ കിടന്ന് ഓടുന്ന ഒരു കളിയാണ് ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞത്. പക്ഷേ അതിന് വലിയ വമ്പും പീരും ഒക്കെ പറയും ആൾക്കാർ. ഒരു പന്നക്കളിയാണ്. അത് വെച്ചിട്ട് കുറേ പൊട്ടന്മാരുണ്ട് അതിൻ്റെ ആരാധകർ. അതിനെ ആരാധകരാക്കിയാൽ അതിൻ്റെ അർത്ഥം ഒരു അടിമയാക്കിയെന്നാണ്. നിങ്ങൾ അതിൻ്റെ അടിമയാക്കിയെന്നാണ്. അത് വെച്ച് റവന്യൂ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിലുള്ളവരാണ് ബിഗ്ഗസ്റ്റ് കളിക്കാരെന്ന് പറഞ്ഞാൽ. അവന്മാർക്ക് അറിയാം, ഇവന്മാർ പൊട്ടന്മാരാക്കി കഴിഞ്ഞാൽ ഇവന്മാർക്ക് പല രാജ്യങ്ങൾ, പല യൂറോപ്യൻ രാജ്യങ്ങളിലും നിങ്ങൾ നോക്കിയാൽ അറിയാം ഇവന്മാർക്ക് ഇതല്ലാണ്ട് വേറെ പണിയൊന്നുമില്ല ഈ ഫുട്ബോളും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവർ കൊച്ചു പിള്ളേർ ഇതാണ്. നിങ്ങൾ നോക്കിയാൽ അറിയാം ആ ഒരു ഫുട്ബോൾ ആരാധകൻ്റെ ലെവല് ഭയങ്കര എന്താ പറയുക, ഒരു പക്വതയില്ലായ്മയാണ് അത്. നിങ്ങൾ നോക്കിയാൽ ഈ ആഫ്രിക്കൻ നീഗ്രോഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വലിയ കാര്യമാണത്. അവന്മാർ ചെറുപ്പത്തിലോട്ട് കളിക്കുന്ന കളിയാണിത്. അതൊന്നും ആഫ്രിക്കൻസിൻ്റെ കാര്യം. പിന്നെ ഈ യൂറോപ്യൻസിൻ്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾ പല രാജ്യങ്ങൾ, ഫുട്ബോൾ പ്രാബല്യത്തിലുള്ള പല രാജ്യങ്ങൾ നോക്കിയാൽ, സ്പെയിന്, ഇറ്റലി, അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ നോക്കിയാൽ നിങ്ങളറിയാം അവരുടെ ഒരു എന്താ പറയുക മൾട്ടി ടാസ്കിങ് കപ്പാസിറ്റി എന്നൊക്കെ പറഞ്ഞത് വളരെ മിനിമലാണ് സംഭവം. നമ്മളെപ്പോലെ ഒരു എന്താ പറയുക ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പോലും കഴിയില്ല. നന്നായിട്ടിരിക്കുന്ന പോട്ടെ, ചെയ്യാൻ ചിന്തിക്കാൻ പോലും കഴിയില്ല. എന്താ പറയുക, നമ്മൾ ഈ വിക്രത്തിൻ്റെ ഒരു പടം കണ്ടില്ലേ, ദൈവത്തിരുമകൻ എന്ന് പറഞ്ഞ ഒരു പടം കണ്ടില്ലേ, വിക്രം ഓടി വന്നിട്ട് എന്തോ കോടതിയിൽ ഓടി പോകണാണ്. ഈ സിഗ്നൽ കാണുമ്പോൾ റോട്ടിൽ വണ്ടിയൊന്നും ഇല്ല, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കും. എന്താണ് സംഭവം? അപ്പം അനുഷ്ക വിളിക്കുമ്പോൾ അതൊക്കെ വിക്രം പറയും സിഗ്നൽ വീണിട്ട് പോകണം. കാരണം അങ്ങനത്തെ ഒരു മൈൻഡായി പോകും നിങ്ങളാ. അപ്പം നിങ്ങൾക്ക് എന്താ പറയുക ആ ഒരു രീതിക്കേ പോകാൻ പറ്റുള്ളൂ. ഞാൻ താമസിക്കുന്ന വീടിൻ്റെ തൊട്ട് മുമ്പിൽ ജസ്റ്റ് ഇറങ്ങിയാൽ അപ്പുറം അതൊരു ഗ്രില്ലുണ്ട്. അപ്പുറം ഒരു ഫുട്ബോൾ കോച്ചിങ് സെൻറ്റർ ഞാൻ എപ്പോഴും കാണാറുണ്ട്. അത് ഒരു ഗ്രൗണ്ടാണ്. പിള്ളേർ അടക്കം വന്നിട്ട് നമ്മളൊക്കെ പോയി കളിക്കാറുണ്ട് അവിടെ. പിള്ളേരെ ട്രെയിൻ ചെയ്യിക്കാറുണ്ട് അവിടെ. സ്കൂൾ പിള്ളേരടക്കം യങ്സ്റ്റേഴ്സും ഒക്കെ വന്നിട്ട് കളിക്കാറുണ്ട്, ട്രെയിൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവന്മാർ ഈ ട്രെയിൻ ചെയ്യുന്ന രീതികളൊക്കെ കാണുമ്പോൾ നമുക്ക് ചിരി വരും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒരു എന്താ പറയുക, ഞാനൊരു സ്പോർട്സ്മാൻ ആയിരുന്നിട്ടുണ്ട്, ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം എന്ന് വെച്ചാൽ ഞാൻ വലിയ ടീമിലൊന്നും കളിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ചെറിയ ടീമിലൊക്കെ ഞാൻ കളിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കളിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ നമുക്കും കോച്ചുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ക്രിക്കറ്റ് കോച്ചുകളൊക്കെ. അപ്പോൾ ആ കോച്ചിങ്ങിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോഴത്തേക്കും ഫുട്ബോൾ കോച്ചിങ് എന്നൊക്കെ പറഞ്ഞത് ഏത് മരപ്പട്ടിക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതായത് ചെറിയ കാര്യങ്ങളാണ് ഈ ഫുട്ബോളിൻ്റെ കാര്യം എന്ന് വെച്ചാൽ. പിന്നെ ഇതിനകത്ത് ഏറ്റവും ഒരു വിരസതയായിട്ട് തോന്നുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഭിനയമാണ്. എന്ത് മെനക്കെട്ട കളിയാണത്. വെറുതെ അഭിനയം, തൊട്ടാലും മറിഞ്ഞ് വീഴുക, എന്നിട്ട് അവിടെ കിടന്ന് ഇങ്ങനെ പൊളയുക, കാലൊക്കെ എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് കിടന്ന് അഭിനയിക്കുക. അതിനൊരു ഗെയിം, പിന്നെ കുറേ ടൈം ലോസ്, അവിടെ കൊണ്ട് അടിച്ചു തീർക്കുക, ഇവിടെ കൊണ്ട് അടിച്ചു തീർക്കുക. എന്താണ് അതൊരു ഗെയിമാണ്. അതിന് ആസ്വാദനം എവിടുന്നാണ് ഉള്ളത്? ആ സാമാന്യ ബോധത്തോടെ ചിന്തിക്കുന്ന ഒരാൾക്കും അത് ഇഷ്ടമല്ല. പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ ആണെങ്കിലും അത് ഇഷ്ടമല്ല. പിന്നെ കുറേ സ്ത്രീകൾ ഇതിനകത്ത് ചാവുന്നുണ്ട് ഫുട്ബോൾ എന്ന് പറഞ്ഞത്. അത് ഫുട്ബോളിൻ്റെ ഇത് കൊണ്ടിട്ടല്ല. സ്ത്രീകൾക്ക് പൊതുവെ ചിന്താശേഷി കുറച്ച് കൂടുതലുള്ള വ്യക്തികളാണ് ഈ സ്ത്രീകൾ എന്ന് പറഞ്ഞത്. പക്ഷേ സ്ത്രീകൾ അതിനകത്ത് കിടന്ന് ചാകുന്ന വേറൊന്നുമല്ല, ഫുട്ബോൾ പോപ്പുലർ ഗെയിം ആയതുകൊണ്ട് ഫുട്ബോളേഴ്സ് കുറച്ച് റവന്യൂ കാശ് ഉണ്ടാക്കുന്നതുകൊണ്ടിട്ടും ഫുട്ബോളറിൻ്റെ തലയിൽ തൂങ്ങാന്നുള്ളത് ഇതുകൊണ്ടിട്ടാണ് സ്ത്രീകൾ വന്ന് ചാടുന്നത്. അല്ലാണ്ട് ഫുട്ബോളൊന്നും ഇഷ്ടമല്ല. ഞാൻ ഈ പാശ്ചാത്യ രാജ്യത്തൊക്കെ ഇറങ്ങി നടക്കുന്നത് ഇവിടെക്കുള്ള സ്ത്രീകളുമായിട്ടൊക്കെ അവർ സംസാരിക്കുമ്പോഴേക്കും 100-90% പെണ്ണുങ്ങൾക്ക് ഇത് ഇഷ്ടമല്ല. പിന്നെ അവർ ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കാശുണ്ട്, കാശുള്ള സ്ഥലത്ത് പെണ്ണുണ്ട്. അപ്പോൾ അത്ര ഉള്ള കാര്യം, അല്ലാണ്ട് ഗെയിമിൻ്റെ ഗുണവധികാരം കൊണ്ടിട്ടൊന്നുമല്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യം. ഈ ലോകത്തുള്ള ആൾക്കാരൊക്കെ തിരുമണ്ടന്മാരാക്കി വെക്കാൻ പറ്റിയ ചില സ്കീംസൊക്കെയാണ് ഈ ലോകത്ത് നടക്കുന്നത്. അത് വെച്ചിട്ടാണ് റവന്യൂ ഉണ്ടാക്കുന്നത്. അതിലൊരു വലിയ സ്കീമാണ് ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞത്. ഇതറിയാതെ ഇതിന് കൈയടിക്കുന്ന എല്ലാ പൊട്ടന്മാരും അറിഞ്ഞോ, നിങ്ങളുടെ തലേണ നിങ്ങൾ തന്നെ അറിയാതെ പൊട്ടന്മാരുടെ രീതിയിലേക്ക് വയർ ചെയ്യുന്ന സംഭവമാണ് ഈ ഫുട്ബോൾ എന്ന് പറയുന്നത്. നിങ്ങൾ ഫുട്ബോൾ ആരാധകനാണെങ്കിൽ നിങ്ങൾക്ക് മൾട്ടി ടാസ്കിങ് കേപ്പബിലിറ്റി ഇല്ല, അല്ലെങ്കിൽ കുറവാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. അത് ഫുട്ബോൾ ഏത് പൊട്ടനും പഠിക്കാന്നുള്ള കാര്യം, ഏത് പൊട്ടനും കളിക്കാം. പക്ഷെ അതല്ല ആൾക്കാർക്ക് ജീവിതത്തിൽ ചെയ്യാനുള്ളത്. ഈ റൊണാൾഡോ മെസ്സിയൊക്കെ അതാണ് ജീവിതത്തിൽ ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. അത് മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ.